നമസ്കാരം സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ലോഡ് ഇവിടെ ഇറക്കിയിട്ട് ഇവിടെ കാസർഗോഡുള്ളത്. ഇപ്പോൾ കാസർഗോഡ് ചെറുക്കള എന്ന് പറയും. ആ ലോഡ് ഇറക്കിയിട്ട് ഇവിടെ വേറൊരു ലോഡ് എടുക്കാൻ വേണ്ടി വന്നാ. പക്ഷെ നമുക്കതൊരു നിർഭാഗ്യവശാൽ മിസ്സായി പോയി. ആ ലോഡ് കയറ്റേണ്ട കമ്പനിയിൽ അവരെന്തോ മെഷീന് മറ്റേ ഫോർക്ക് ലിഫ്റ്റ് ഉണ്ടല്ലോ, ഈ ലോഡ് കയറ്റുന്ന സാധനം, അത് കംപ്ലൈൻ്റ് ആയി പോയതുകൊണ്ട് ആ ലോഡ് നമുക്ക് മിസ്സായി പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നലെ ഇവിടെ ഹാൾട്ടായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ ഇന്നൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വേറൊരു ലോഡായത്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ റബ്ബറാണ് ലോഡ്. നമ്മളങ്ങനെ ഇന്നലെ വണ്ടി ഇവിടെ കൊടുന്ന് നിർത്തിയ കേട്ടോ. ഇവിടെ ഒരു പമ്പുണ്ട് അടുത്ത്, അതുപോലെ അപ്പുറത്തൊരു ഹോട്ടലുണ്ട്. ഇവിടെ ഈ ഹൈവേൻ്റെ മറ്റേ പണി നടക്കണോണ്ടേ വണ്ടി നിർത്താനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. വേറെ കുറേ വണ്ടിക്കാരൊക്കെ നിർത്തിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇങ്ങനെ ഒരു സ്പോട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒരു ലക്കാട്ടോ. കാരണം അടുത്ത് തന്നെ ഹോട്ടലുണ്ട്, അതുപോലെ അടുത്ത് പമ്പുണ്ട്. ഇവിടെ വണ്ടി നിർത്താൻ ഒരുപാട് സ്ഥലമുണ്ട്. ചില ടൈമിലൊക്കെ നമ്മൾ പോകുന്നിടത്ത് ചിലപ്പോൾ അടുത്തൊന്നും പമ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പമ്പ് ഉണ്ടെങ്കിൽ അടുത്ത് ഹോട്ടലുണ്ടാവില്ല. ഇനിയിപ്പോൾ രണ്ടും ഉണ്ടെങ്കിൽ തന്നെ അവിടെ നിർത്താൻ സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു സ്പോട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ അതൊരു ലക്കാട്ടോ. അപ്പോൾ ഒരു 7 മണിയാകുമ്പോൾ നമ്മളോട് ചെറുക്കള എത്താൻ പറഞ്ഞ. നമുക്ക് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ കൂടി പോകണം. ഇവിടെ ഉള്ള സ്ഥലപ്പേരൊക്കെ ഏകദേശം അങ്ങനെ കേട്ടോ. ഈ കാസർഗോഡ് ഏരിയയിലൊക്കെ പെർള, ബന്തെടുക്ക, ചെർക്കള, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് പമ്പ് പോയൊന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് മെല്ലെ പോയി നോക്കാം. ഇതിലൊക്കെ വെള്ളം നിറച്ച് വെക്കണം കേട്ടോ. ഇപ്പോൾ കുറച്ച് ഇതിൽ വെള്ളം നിറച്ച് വെക്കാറില്ല. ഈ ചൂട് കാരണേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറ് കൂടുതലും ഈ തണുത്ത വെള്ളം. ഇതൊരു കുടിവെള്ളം നിറക്കാനുള്ളതായിരുന്നു, കണ്ടില്ലേ. ഫുള്ള് 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. പല്ലൊക്കെ തേച്ച് വന്ന് കുറച്ച് വെള്ളമൊക്കെ നിറച്ചിട്ട് പമ്പിൽ ഇവിടെ നല്ല തണുത്ത വെള്ളമുണ്ട് ഈ പമ്പിൽ. അതുകൊണ്ട് ലാഭം. നമ്മൾ അധികം പുറത്തുനിന്ന് വാങ്ങി കഴിഞ്ഞാലും ചിലവാണ്. നേരം കുറച്ചുകൂടി വെളുത്തിട്ടോ. മുഖമൊക്കെ കഴുകി വന്നപ്പോഴേക്ക് നമ്മളെ ഫ്രണ്ടിലുണ്ടോ ഒരു എസ് ലോറി നിർത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇവിടെ നിർത്തിയ ആൾ, തടിവണ്ടി. അപ്പുറത്തൊരു ട്രെയിലർ കിടക്കുന്നുണ്ട്, ടിപ്പർ ട്രെയിലർ. നമുക്കിനി ആ ചായ കടയിൽ പോയിട്ടൊരു ചായ കുടിച്ചിട്ട് മെല്ലെ പോകാനുള്ള പരിപാടി നോക്കാം. നമ്മൾ 2 ദിവസം ഇവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ച് വലിയ കുഴപ്പമില്ലാത്ത ഫുഡാട്ടോ. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, അല്ലെങ്കിൽ ചാടിക്കെടുക്കേണ്ടി വരും. ഫുള്ള് ഡിവൈഡർ ആയതുകൊണ്ട്
അപ്പോൾ നേരെ ഫുള്ളായി വെളുത്തിട്ടാ, ഫുള്ള് വിളിച്ച് വന്നു. സമയം 6:45 ആയിട്ടുണ്ടാവും. സമയം 6:42. അപ്പോൾ നമുക്ക് പോവാം. കുറച്ച് എയർ കയറാൻ, കുറച്ച് എയർ കമ്മിയാട്ടെ ബാക്കിൽ. ഓക്കെ, ഫുള്ളായി. അപ്പോൾ പോവാം. ട്രെയിലറാണല്ലോ, ടിപ്പർ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ചുകൂടി പോകണം. ചെർക്കള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് കുറച്ചുകൂടി പോകാണ്ട്. അവിടെ പോയിട്ട് അവിടെ നിൽക്കാൻ, അവിടെ നിന്ന് ഒരാൾ ഈ ലോഡ് കയറ്റുന്ന സ്ഥലത്തേക്ക് നമ്മളൊപ്പം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. നമുക്ക് അവിടെ പോയി നോക്കാം. അതുപോലെ ഈ ലോഡ് നിലമ്പൂരിക്കാട്ടോ, മലപ്പുറം ജില്ലയിൽ നിലമ്പൂരുണ്ടല്ലോ, നമ്മൾ തേക്കിൻ്റെ ഫോറസ്റ്റൊക്കെ ഉള്ള അത്യാവശ്യം എല്ലാവരും അറിയാവുന്ന സ്ഥലമാണ് നിലമ്പൂർ. ഇവിടെയൊക്കെ കണ്ടില്ലേ, റോഡ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ഈ റോഡിൻ്റെ ഒരു 20 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന, തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണ റോഡ് ഒരു 20 കിലോമീറ്റർ കൂടി പോയാൽ അവിടെ കഴിഞ്ഞ് പിന്നെ നേരെ നമ്മുടെ തലപ്പാടി കഴിഞ്ഞാൽ പിന്നെ കർണാടകയാണ്. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടും ഇതേ റോഡാട്ടോ, ഇതേപോലെ ഹൈവേ. അവിടെ പിന്നെ കുറേ കാലമായിട്ടുണ്ട് ഈ ഹൈവേ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് വരുന്നെന്നുള്ളൂ. അവിടെ വിട്ടാൽ പിന്നെ കർണാടക ആ റോഡ് ഫുള്ള്, അതുപോലെ ഗോവ ബോർഡർ വരെ ആ റോഡാണ്. ഇവിടെയൊക്കെ ഫുള്ള് ഈ റോഡ് ഇതുപോലെ തന്നെ പോകണം കേട്ടോ. ഇവിടെ നല്ല വളവും തിരിവുള്ള ഏരിയ കണ്ടില്ലേ, താഴത്ത് കണ്ടില്ലേ റോഡ് അതുപോലെ വളഞ്ഞും തിരിഞ്ഞ. പൊതുവെ ഈ റോഡൊക്കെ സ്ട്രെയിറ്റ് ആക്കിയിട്ടാണ് വിടാറ്, ഹൈവേ ആയതുകൊണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഈ വളവൊന്നും നിവർത്താൻ പറ്റാത്തതാണെന്നാണ് തോന്നുന്നത് കേട്ടോ. കണ്ടോ ബസ് വരുന്നേലോ, ഇവിടെ നിന്നൊക്കെ ഫുള്ള് നല്ല വളവും തിരിവായി ഏരിയയിലൊക്കെ റോഡ്. കണ്ടില്ലേ അവിടെ നിന്നൊക്കെ വരും. ഇവിടെ ചിലപ്പോൾ ആണോ ഈ മലകളൊക്കെ നിരത്തേണ്ടി വരും സ്ട്രൈറ്റ് ആക്കി വിടാൻ. അതാവാം ഇങ്ങനെ തന്നെ റോഡ് പണി എടുക്കുന്നത്. നമ്മൾ ആ ലോഡ് ഇറക്കിയ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 2 വഴിയുള്ളത്. ഇപ്പോൾ ഈ കാസർഗോഡ് ടൗണിൽ പോകാൻ ഒന്ന് നമുക്ക് മറ്റേ കാനങ്ങാട് കയറിയിട്ട് അങ്ങനെ സ്ട്രൈറ്റ് പോവാം. പക്ഷേ അവിടെ ഞാൻ വന്നപ്പോൾ അവിടെ ബേക്കലുണ്ടല്ലോ, നമ്മുടെ മറ്റേ കോട്ടയൊക്കെ ഉള്ള സ്ഥലം, അവിടെ പൂരം നടക്കുന്നതുകൊണ്ട് അവിടെ ബ്ലോക്കാണ്. അതുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു പോകാൻ പറഞ്ഞതാ. അവിടെ പിന്നെ ഫുൾ ടൈമും പോലീസുകാരുണ്ടാവും. ആ
കാനങ്ങാട് കയറുന്ന ഭാഗത്ത്. അല്ലെങ്കിൽ ആ റോഡ് ഏറ്റവും സുഖം. ആ റോഡാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിലോമീറ്ററും കമ്മിയാണ്, അതുപോലെ നല്ല അടിപൊളി റോഡാണ്. ഇവിടെ ആകുമ്പോൾ ഈ റോഡ് പണി കാരണേ ഇതുപോലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല. സൂര്യനത് അവിടെ നിന്ന് ഉദിച്ചു വരുന്നുണ്ട് കേട്ടാ. കാണാൻ നല്ല രസം കേട്ടോ, നല്ല അടിപൊളി വ്യൂ കേട്ടോ. നല്ലൊരു ഫോട്ടോ ഒക്കെ ഉള്ള ഒരു വകുപ്പുണ്ട്, ഒരു പ്രത്യേക ഭംഗിയിട്ട് കാണാൻ. പൊതുവെ നമ്മുടെ നാട്ടിലുള്ള മറ്റേ അപകടമായിട്ടുള്ള വളവുകളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് വളവ്, അതൊക്കെ നിവർന്നുകൊണ്ട് നിൽക്കാട്ടോ ഈ റോഡ് കാരണം. പക്ഷെ ഈ ഏരിയ മാത്രം ഞാൻ ആദ്യമായിട്ട് കാണാം. അതേപോലെ വളവ് പറഞ്ഞാൽ നല്ല വളച്ച് തിരിച്ചു വിടുന്നുണ്ട് റോഡൊക്കെ. നമ്മൾ ഏകദേശം ആ ജംഗ്ഷനിൽ എത്താനായിട്ടോ. ക്ലാസ്സിലൊക്കെ ചളി ചെറുതായിട്ടുണ്ട്. ഇന്നലെയൊക്കെ ക്ലീൻ ആക്കിയതായിരുന്നു. ആ പമ്പിൽ നിന്ന് കുറച്ച് വെള്ളം കിട്ടിയപ്പോളേ നമുക്കങ്ങനെ എപ്പോഴും വെള്ളം കിട്ടാൻ വഴിയില്ല, അതാ പ്രശ്നം. ഇതാണ് ചെറുക്കള. ഇവിടെ എവിടെയും സൈഡാക്കാം. ഇവിടെ നിന്ന് ഒരാൾ കയറാന്നുണ്ട്. അതിൻ്റെ മേലേക്ക് അതില്ല, കുറച്ചുകൂടി മേലെ. ആ കുറച്ചുകൂടി. ഓക്കെ. അങ്ങനെ നമ്മൾ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞിട്ട് കേട്ടോ. നമുക്ക് ലോഡ് കയറ്റുന്നിടത്ത് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ കിട്ടിയില്ല. അതുകൊണ്ട് ലോഡ് കയറ്റുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ടൈറ്റ് ഇവിടെ ഒന്ന് കെട്ടാനേ. ആ ഒരു മിനിറ്റ് ഒന്ന് ലൂസ്. ആ ഓക്കെ. ടൈറ്റ്. അത് മറിച്ച് വെക്കാം. പായ ഒന്ന് മറിച്ച് വെക്കാം. ഇങ്ങോട്ട് അല്ല, പായ് ഒന്ന് മേലേക്ക്, അല്ലെങ്കിൽ പാറി പോവും. ഓക്കെ. വലിക്കണേ, ഇവിടെ ഒന്ന് വലിക്കണേ. ഇതുപോലെ മേലേക്ക് പായ ഇവിടെ ഇറങ്ങിയേക്ക. പോട്ടെ. ആ കുറച്ചുകൂടി. ഓക്കെ. ചുളി വന്ന് നിർത്താൻ പറ്റുമോ? ഓക്കെ. അവിടെ ഒന്ന് വലിക്കാം. കുറച്ചുകൂടി. ഓക്കെ. ഒന്ന് വലിക്കാം. വലിച്ചോളി. ടൈറ്റ്. ഓക്കെ. അപ്പോൾ ഇതിലാ അങ്ങനെ നമ്മൾ പായ കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. പൊതുവെ ആരെങ്കിലൊക്കെ ഉണ്ടാവും കെട്ടാൻ, പക്ഷേ ഇപ്രാവശ്യം ഒരാളുള്ളൂ.
വിളിച്ചോളി. അപ്പോൾ നമ്മൾ തന്നെ കെട്ടണം. അപ്പുറത്ത് ഇതിപ്പോൾ വലിയ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വലിയ സീനില്ല കെട്ടാനേ. ജസ്റ്റ് ഒന്ന് കെട്ടി വിട്ടാൽ മതി. ഇങ്ങനെ കൊളത്തിയിട്ട് ആടെ ഇവിടെ ഒന്ന് ഇങ്ങനെ വലിച്ചു വിട്ടാൽ മതി. അപ്പുറത്ത് അതുപോലെ ഈ താഴത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കണമൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചു കൊടുത്ത് ഒന്ന് മടക്കി കൊടുക്കുക. അതുപോലെ ഇതിങ്ങനെ വലിക്കുക, ഒന്ന് ടൈറ്റ് ഒന്ന് ലോക്കാക്കേ. അതുപോലെ ഇവിടെ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചിട്ട് ഇതുപോലെ ഒന്ന് ലോക്കാക്കി വിടാം. അപ്പോൾ അതങ്ങനെ അനങ്ങാൻ തോന്നും. അപ്പുറത്ത് ഇതൊക്കെ അങ്ങനെ ജസ്റ്റ് ഇവിടെ കൊണ്ട് മടക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ ലൂസ്. ഇവിടെ ഉള്ള പായൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഉള്ളിലേക്കാക്കി വിടണം. അത് ചെറിയൊരു ടാസ്ക് കേട്ടോ. അത് താഴത്തൂടി ഇടോ, താഴത്തുകൂടി താഴത്തുകൂടി ടൈറ്റാണ്. അല്ലെങ്കിൽ ടൈറ്റാ മേൽക്കൂരിട്ടാലേ ടൈറ്റാവില്ല. അതുകൊണ്ടോ ഇങ്ങനെ വന്നാൽ ഇവിടെ അതിൻ്റെ അടിയിലിടാൻ പറ്റില്ല. ലാസ്റ്റിന്ന് ആരുള്ളൂ. ഓക്കെ ശരി കഴിച്ചോളൂ. ഓക്കെ ലൂസ്. സൈഡിലുള്ള കുറച്ച് പുറത്ത് മെല്ലെ മതി. ഓക്കെ ലൂസ്. ശരി ഇങ്ങനെ ഉണ്ടോ? ഓക്കെ വിളിച്ചോളൂ. വെല്ല മതിയേ. മലല്ലോ ടൈറ്റാക്കിയില്ലെങ്കിൽ പണി കിട്ടും. റബ്ബർ ആയോണ്ടേ. ഓക്കെ ലൂസ്. റബ്ബർ ആയതുകൊണ്ട് വണ്ടി റൺ ചെയ്യുമ്പോൾ സാധനം കിട്ടും. പുറത്തിടാ. വണ്ടി റൺ ചെയ്യുമ്പോൾ സാധനം ലൂസാവും. ലൂസ്. അങ്ങനെ പായൊക്കെ കെട്ടി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളെ ബില്ലൊക്കെ കിട്ടി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. കുറച്ച് നേരം ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ച് നേരം ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമുക്ക് നിലമ്പൂര് ഒരു 270 കിലോമീറ്റർ പോകണം. 270 കിലോമീറ്റർ. അതായത് നമ്മൾ പോണ റൂട്ട് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നേരെ കാനങ്ങാട് പോയി അവിടുന്ന് പയ്യന്നൂര്, അവിടുന്ന് നേരെ തളിപ്പറമ്പ് കട്ട് ചെയ്ത് പാപ്പിനിശ്ശേരിക്ക് എത്താനുള്ളൊരു വഴി ഉണ്ടല്ലോ. അടിപൊളി വഴിയാണ് അത്. മറ്റോടത്തൊക്കെ പിന്നെ റോഡ് പണിയാണ്. അങ്ങനെ കയറിയിട്ട് പാപ്പിനിശ്ശേരി നേരെ കണ്ണൂരിന്ന് മാഹിന്ന് നേരെ തലശ്ശേരി മാഹി ബൈപ്പാസ് കയറി പോകണം.
വരുമ്പോൾ നമ്മൾ എണ്ണ അടിച്ചുകൊണ്ട് പിന്നെ ആ സീനില്ല, പോകുമ്പോൾ എണ്ണ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നേരെ ബൈപ്പാസ് കയറി പോവാം. നമ്മൾ കേരളത്തിൽ ഒരേ ഒരു ബൈപ്പാസാണ് ഇപ്പോൾ ഓപ്പൺ ആക്കി ഇട്ടിട്ടുള്ളത്, ഈ നാഷണൽ ഹൈവേൻ്റെ ഈ പണി നടക്കണ. അപ്പോൾ നമുക്ക് ആ വഴി കയറി പോവാം. അവിടെ ചെറിയൊരു ടോളുണ്ട് തോന്നുന്നുണ്ട്, ടോളുണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ കൊയിലാണ്ടി, വടകര കഴിഞ്ഞ് കൊയിലാണ്ടിന്ന് പിന്നെ നേരെ തിരിച്ച് ലെഫ്റ്റ് അടിച്ച് നമ്മൾ നേരെ ബാലുശ്ശേരി, താമരശ്ശേരി, മഞ്ചേരി, നിലമ്പൂര് ആണ് നമ്മൾ പോണ റൂട്ട് കേട്ടോ. പൊതുവെ നമ്മൾ പോണ സ്ഥലത്തൊക്കെ ഈ മറ്റേ പായിട്ടാനൊക്കെ ആൾക്കാരുണ്ടാവും, അതായത് ഈ ഹിന്ദിക്കാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അവർക്ക് 10 200 കൊടുക്കലാണ്, അങ്ങനെയാണ് പൊതുവെ. ഈ ലോഡ് പിന്നെ വലിയ കുഴപ്പമില്ല, ഇത് വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തന്നെ കെട്ടാവുന്നേ ഉള്ളൂ. അല്ലാതെ കുറച്ച് ഹൈറ്റൊക്കെ ഉള്ള ലോഡ് വരുമ്പോഴേ ഒരു 2-3 ആൾക്കാരൊക്കെ വേണം. കെട്ടാൻ. അപ്പോൾ നമ്മളിതുപോലെ നല്ല ഭായിമാരൊക്കെ വരും, ഓരോ പിന്നെ കണ്ടറിന് വരും, പൈസ കിട്ടുന്ന കാര്യമായതുകൊണ്ട്. ഇവിടെ മൂപ്പർക്ക് നമ്മളൊരു 200 കൊടുത്തു കേട്ടോ. ആളൊരു പാവ മനുഷ്യൻ. ഫുള്ള് കയറ്റാട്ടോ. ഇവിടെ ഫുൾ മല ഏരിയ ആണ്. ഫുള്ള് നല്ല കുന്നും നല്ല ഇറക്കമൊക്കെയാണ് കേട്ടോ. കണ്ടില്ല, അതിൻ്റെ മേലെ കണ്ടൊരു പള്ളിയൊക്കെ. ആ മലൻ്റെ മേലെ ഒരു കുരിശാണ് കേട്ടോ, ചുവപ്പ് കളറിൽ. ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് ഇനി കുറച്ചുകൂടി പോകണ്ട, നമ്മുടെ ഹൈവേ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ രാവിലെ വണ്ടി എടുത്ത സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ടോ. അതായത് നമ്മളവിടെ നിന്ന് തിരിച്ചു പോകുമ്പോഴാണ് ഈ സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ അങ്ങനെ പോകാമെന്ന് കരുതി. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് എന്താ കഴിക്കാനുള്ളത് നോക്കാം. നല്ല ചൂടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പോകാനുള്ള പരിപാടി കേട്ടാ. കൊള്ളാം. പൊറാട്ടയും ബീഫ് കറി, ഒരു കോഫിയും കുടിച്ച്. കുഴപ്പമില്ല, നല്ല ഫുഡാ, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ പോയി നോക്കാം. അപ്പോൾ ലൈറ്റ് ഇടണം, ലൈറ്റ് ഓഫ് ആക്കണം. അപ്പോൾ ഓക്കെ, ഇനി നേരെ വിടാം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 240-250 കിലോമീറ്റർ ഉണ്ടാവണം. നമ്മൾ അവിടെ നിന്ന് വന്ന ലോഡ് ഇതുപോലെ 250 കിലോമീറ്റർ കേട്ടോ. പക്ഷെ ഇത് കുഴപ്പമില്ല, ഇത് അത്യാവശ്യം വാടകയുള്ള ലോഡാണ്. അതുകൊണ്ട് അത്യാവശ്യം വണ്ടിക്കൊക്കെ ബാലൻസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പോയി നോക്കാം. നമ്മളവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഒരു 10-15 കിലോമീറ്റർ വന്നിട്ടും വണ്ടികളൊന്നുമില്ല കേട്ടോ. ഇന്ന റോഡാട്ടോ. ഒരൊറ്റ ലോറി പോലും കണ്ടില്ല സത്യം പറഞ്ഞാൽ. ഏതോ KSRTC എന്തോ ഇടക്കെന്തോ പോയി പോകുന്നുണ്ട്, വേറെ ഒറ്റ വണ്ടിയില്ല കേട്ടോ. പൊതുവെ ഈ റോഡൊക്കെ നല്ല ലോറികൾ പോണതാണ്. കാരണം ഈ റോഡ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ കർണാടക പോണ റോഡാണ്. കർണാടക, ഗോവ അങ്ങനെ. അപ്പോൾ ഏതോ ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ, ഒരു ലോറി. വണ്ടികളൊക്കെ കമ്മിയാണ്. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇതിവിടെ റോഡ് പണിൻ്റെ വണ്ടി കേട്ടോ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നാളെ ഞായറാഴ്ച ആയതുകൊണ്ടേ ഇന്ന് ലോഡ് കയറ്റിയവരൊക്കെ വണ്ടി നിർത്തിയിട്ടേക്കായിരിക്കണം. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇറക്കില്ലല്ലോ. അപ്പോൾ നാളെ വൈകുന്നേരം എടുത്ത് പോകാമെന്നുള്ളൊരു ഇതിൽ ആണ് ഇവിടെ ഇത്ര വണ്ടി കമ്മി. ഞാൻ ഇങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ ആലോചിക്കാം കേട്ടോ.
നല്ല വണ്ടികൾ കമ്മിയാണല്ലോ. നമ്മളോട് നാളൊക്കെ അവിടെ തന്നെ പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നാളെ ഇറക്കുമായിരിക്കും. ഇപ്പോൾ ഒരു വണ്ടി പോകണം, KL61 മരം തടി വണ്ടി. നമ്മളോട് നാളെ ഇറക്കാനാണ് ചാൻസ്. ഒരു നാളൊക്കെ തന്നെ പറഞ്ഞ്, ചിലപ്പോൾ സൺഡേ ഓപ്പൺ ആയിരിക്കാം. റോഡ് പണിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ അടിപൊളിയായി പോവാട്ടോ. ഈ അടുത്തൊരു ന്യൂസ് കണ്ടായിരുന്നു പറയുമ്പോൾ ഈ ഒക്ടോബർ ആകുമ്പോഴേക്ക് ഈ റോഡ് പണിയൊക്കെ കഴിഞ്ഞ് ഓപ്പൺ ആക്കുന്നു. ഒക്ടോബർ അല്ല, അതൊരു മാസം, ഈ കൊല്ലം തന്നെ ഈ റോഡൊക്കെ ഓപ്പൺ ആക്കുന്ന ഒരു ന്യൂസ് കണ്ട് ഈ അടുത്ത്. ഏതോ ഒരു നാടിനെ മറച്ചിട്ടുള്ളൊരു പാലാട്ടത് വേണ്ട, മേൽപ്പാലം. നമ്മളങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയിട്ടാ. സെൻട്രൽ ജയിലിന്റെ പുറത്ത് ഈ കാണുന്ന മതിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. ഇതിന്റെ അപ്പുറം ഇപ്പൊ സമയം രാവിലെ 7:30. കുറച്ചുകൂടി പോയാൽ കണ്ണൂർ ടൗണാണോ. അങ്ങനെ കണ്ണൂർ ടൗൺ എത്തിട്ടോ. ഒരു KSRTC നമ്മുടെ ഫ്രണ്ടിൽ നേരെ ക്രോസ് ആക്കി നിർത്തിയിട്ടുണ്ട് റൗണ്ടിൽ. ആളവിടെ നിന്ന് അങ്ങനെ തിരിച്ചു വന്നാ പോകുന്നുണ്ട്. ഇരിട്ടി ലിമിറ്റഡ് സ്റ്റോപ്പ്. അതാണ് കണ്ണൂർ ബസ് സ്റ്റാൻഡ്. അവിടെ ഉള്ളിലോട് ഇറക്കണ്ട കേട്ടോ, ഉള്ളിലോട്. നമ്മളങ്ങനെ തലശ്ശേരി റോഡ് കയറിയിട്ടുണ്ട്. കണ്ണൂർ കഴിഞ്ഞ് ഈ റോഡ് നേരെ തലശ്ശേരി, മാഹി, വടകര, കൊയിലാണ്ടി. അങ്ങനെ ടോൾ ഗേറ്റ് എത്തിട്ടോ. ഇവിടെ 250 255 ആണെന്തോ ആണ് നമ്മുടെ വണ്ടിക്ക്. പമ്പൊക്കെ മാഹിത്തെ വിലക്കാട്ടോ. ഡീസൽ ഇട്ടോ, ഡീസലും പെട്രോളൊക്കെ. ഇതൊക്കെ മാഹിന്റെ ഏരിയ. ഇവിടെ കുറച്ച് ഏരിയാസ്. നേരത്തെ നമ്മൾ വന്നതൊക്കെ തലശ്ശേരി ഭാഗമാണ്. തൈ ഇന്ത്യൻ ഓയില് താഴത്ത് പണി കഴിഞ്ഞില്ല ഒന്നുണ്ട്. ഇവിടെ ഈ ഹൈവേ വന്നുകൊണ്ട് ഇവിടെ ഫുള്ള് ഇവിടെ എല്ലാ കമ്പനീൻ്റെയും പെട്രോൾ പമ്പ് വരുന്നുണ്ട് പെട്ടെന്ന്. അത് അവിടെ ഒരു പമ്പുണ്ട്, ജിയോന്റെ പമ്പ്. ഇവിടെ കണ്ടിട്ടൊരു പമ്പ് ആവുന്നുണ്ട് വരുന്നത്. അവിടെ തന്നെ ട്രാഫിക് ആണല്ലോ അല്ലേ. ഞാൻ എവിടെയോ
വായിച്ചായിരുന്നു, ഏതോ ന്യൂസിലെന്തോ മറ്റോ വായിച്ചായിരുന്നു, ഈ ഹൈവേയിൽ ട്രാഫിക് ഒന്നും ഇല്ലെന്ന്. പക്ഷെ ഇത് ട്രാഫിക് അല്ലേ, ട്രാഫിക് ഇല്ലാത്ത ഹൈവേ ആണെന്ന് ഇവിടെ വായിച്ചായിരുന്നു. അങ്ങനെ ഈ ബൈപ്പാസിന്റെ എൻഡിങ് ആണോ. ഇനി ഇവിടുന്നതാ കോഴിക്കോട് 57 കിലോമീറ്റർ, എറണാകുളം 241, കന്യാകുമാരി 522. ഇവിടെയാണ് ഈ ബൈപ്പാസിന്റെ എൻഡിങ്ങും സ്റ്റാർട്ടിങ്ങും. ആ വഴിയാണ് നമുക്ക് മാഹിക്ക് കയറി പോകാനുള്ള വഴി. ആ ചെറിയ സർവീസ് റോഡ് പോലെ കണ്ടില്ലേ അവിടെ. ഇവിടെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് വണ്ടിക്കാർക്ക് നിർത്താനേ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട് പറയാ. ചെറിയൊരു പണി കിട്ടി ഗൈസ്, വണ്ടി പഞ്ചറായിട്ടാ. ഇവിടെ അടുത്ത് തന്നെ ഒരു പഞ്ചറാട് കിട്ടിയോണ്ട് രക്ഷപ്പെട്ട്. നമ്മളിപ്പോൾ ഉള്ളത് അരീക്കോടാണ്. അരീക്കോട് അടുത്ത്, മഞ്ചേരി അരീക്കോട്, മലപ്പുറം ജില്ലയിൽ. പഞ്ചറോടെ അടുത്ത് കിട്ടിയെങ്കിലും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ലീവാ. അതുകൊണ്ട് ഇപ്പം നാളെ രാവിലെ വരെ കാത്ത് നിൽക്കണം ഇവിടെ. അതുമല്ല, ഇന്ന് ഒരു വിളിച്ച് പറഞ്ഞു ലോഡ് ഇന്ന് ഇറക്കില്ല എന്ന് പറഞ്ഞു, നാളെ ഇറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നാളെ ഇന്ന് രാത്രി എടുത്ത് പോയാൽ പോരെ എന്നൊക്കെ കരുതി. പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ വന്നോളി ഇപ്പം ഇറക്കിത്തരാമെന്ന് പറഞ്ഞു. അതിലങ്ങനെ കുറച്ച് ടൈമായി. വരുന്ന ബൈക്കാണെങ്കിൽ പഞ്ചറുമായി. ഇന്നിപ്പോൾ എന്തായാലും ലോഡ് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നൈറ്റ് നമ്മൾ ഇവിടെയാണ്. ഇവർ രാവിലെ 7 മണിക്ക് ഓപ്പൺ ആക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുവരെ ഇനി ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അവിടെ നിന്ന് പിന്നെ ഒരു 30 കിലോമീറ്റർ കൂടെ പോകാനുള്ളൂ ഇനി നിലമ്പൂർ നമ്മുടെ ലോഡ് ഇറക്കേണ്ട സ്ഥലത്തേക്ക്. പക്ഷെ വേറെ വഴിയില്ല, നമ്മുടെ വണ്ടിയിലാണെങ്കിൽ ജാക്കിയില്ല. പിന്നെ ലോഡ് വണ്ടി ആയതുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു പഞ്ചറോടെ കിട്ടിയതുകൊണ്ട് നമ്മൾ പിന്നെ നേരെ ഇങ്ങോട്ട് വന്ന്. അതാ ബെറ്റർ, കണ്ടില്ലേ. രാത്രി ആയിട്ടോ, 12 മണിയായി. ഉറങ്ങാനുള്ള പരിപാടി. എത്ര നേരം അങ്ങനെ ഇരുന്ന്. രാവിലെയൊക്കെ നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഉറങ്ങാനൊന്നും നേരെ പറ്റിയില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഇരുന്ന് ഇനി പിന്നെ ഉറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവർ രാവിലെ 7 മണിക്ക് ഓപ്പൺ ആക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രാവിലെ കാണാം. ഈ ബോൾട്ടാ ഉണ്ട് നമുക്ക് പണി വന്ന്. ഈ പഞ്ചർ ഒട്ടിച്ച ഭാഗത്ത് ഇനി വേറെ ആണി കയറാണ്ടിരിക്കാനും വേറെ ബോൾട്ടൊന്നും കയറാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു കേട്ടോ. ബില്ലായത് 650 രൂപ. വേറെ ചാർജ് ആവുന്നുണ്ട് 250. പാച്ച് നേരത്തെ കാണിച്ചില്ല സാധനം, ടയറിലൊട്ടിക്കണം, അതിന് 100ഉം പിന്നെ ഫ്ലാപ്പ് മാറ്റിയത് 300ഉം. അങ്ങനെ 650 രൂപ കേട്ടോ ബില്ല്. അങ്ങനെ നമ്മൾ ഏകദേശം എത്താനായിട്ടോ.
ഇനി ഒരു 10 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ഇവിടെ ആദ്യം ഒരു വെയ് ബ്രിഡ്ജ് തൂക്കണം. ഈ ലോഡ് എത്ര കയറിയിട്ടുണ്ടെന്ന് ഈ കമ്പനിയിൽ ഓർക്ക് നോക്കാൻ വേണ്ടിയിട്ട്. ഈ തേക്കിൻ്റെ കാടാണിത് മൊത്തം. നിലമ്പൂർ അത്യാവശ്യം കേരളം മൊത്തം ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. വെൽക്കം ടു കൊനോലി എക്കോ ടൂറിസം സ്പോട്ട്. ആണല്ലേ, തേക്കൊക്കെ ഫുള്ള് വെട്ടി വെച്ചിരിക്കണം. ഓ മൈ ഗോഡ്. അത് നമ്മൾ ബ്രിഡ്ജിൽ വെച്ചിട്ടോ. അങ്ങനെ നമ്മളവിടെ നിന്ന് ഒരു ചെറിയ റോഡ് കയറിയിടും. ആ മെയിൻ റോഡിൽ അവിടെ എവിടെയോ റോഡ് പണി നടക്കുന്നതുകൊണ്ട് അവിടുന്ന് റോഡ് തിരിച്ചു വിട്ടാ. അതുകൊണ്ട് ഒരു 4 കിലോമീറ്റർ കൂടി നമുക്ക് അവിടെ നിന്ന് എക്സ്ട്രാ ഇങ്ങോട്ട് ഓടേണ്ടി വന്നു. ഈ റോഡ് നേരെ പോയിട്ട് ആ കമ്പനീൻ്റെ ഫ്രണ്ടിലാണ് എത്താന്ന് പറഞ്ഞവർ. അവർ പറഞ്ഞു തന്ന വഴിയാണ്. ചെറിയ റോഡാട്ടോ. ഇനി 2 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഇനി 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളൊരു മെയിൻ റോഡിൽ എത്തിയിട്ടോ. ഇനി ഇവിടുന്ന് 1/2 കിലോമീറ്റർ കൂടെ ഉള്ളൂ റൈറ്റ് തിരിഞ്ഞ്. അങ്ങനെ നമ്മുടെ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞു കേട്ടോ. അവിടെ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. പിന്നെ അത് മാത്രമല്ല ഭയങ്കര ശബ്ദമാണ്. അങ്ങനെ നമ്മൾ ഒന്നുകൂടെ വെയിറ്റ് ബ്രിഡ്ജിൽ വന്ന് വണ്ടീൻ്റെ തൂക്കൊക്കെ എടുത്ത് അങ്ങനെ നമ്മുടെ ഈ ലോഡിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പോയിട്ട് അടുത്തൊരു ലോഡുമായിട്ട് വരാം. ബൈ.